ഹലോ എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനുവിനാണെങ്കിലോ കിട്ടാനുള്ള ആ ഒരു അടി കിട്ടിയപ്പം ആശാൻ ഏകദേശം ഒരു സമാധാനമായി. കാരണം ചുവക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ കിരണാണെങ്കിൽ നല്ല ഒന്നാം തരം ഒരു അടിയാണ് മനുവിട്ട് കൊടുത്തത്. അങ്ങനെ ഒരുവിധം മനോഹരനാണെങ്കിലും നമ്മുടെ കിരണിൻ്റെ അടുത്ത് നിന്നും എസ്കേപ്പായിട്ട് അവൻ നേരെ നമ്മുടെ നിഷയുടെ അടുത്ത് വരികയാണ്. അപ്പം നിഷ ചോദിച്ചു, അല്ല പരിചയക്കാരെ കണ്ടിട്ട് അവൻ എന്തു പറഞ്ഞു? റോഹേട്ടാ ദേ അവരെങ്ങാനും നമ്മളിവിടെ വെച്ച് കണ്ട കാര്യം റോണിയേട്ടൻ്റെ അമ്മാവൻ്റെ ആൾക്കാരോടൊക്കെ പറയുമോ എന്നുള്ളൊരു സംശയം നമ്മുടെ നിഷയ്ക്ക് ഉണ്ടാകുകയാണ്. അങ്ങനെ നിഷ ഈ ഒരു സംശയം പറഞ്ഞതും മനു ആണെങ്കിൽ തകർത്തങ്ങ് അഭിനയിക്കുക. അതേ മോളൂ, അവരത്തരത്തിലുള്ള ആൾക്കാരൊന്നും അല്ല. ദേ അവർ വരെ ഞാനുമായിട്ട് പല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേ അവർ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ട്രീറ്റ് ഒരുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണെങ്കിലോ, അല്ല ട്രീറ്റോ എവിടെ വെച്ചിട്ടാണ്? അതെ മോളു, എൻ്റെ വിവാഹം വളരെ പെട്ടെന്ന് നടത്തിയത് കൊണ്ട് എൻ്റെ പരിചയക്കാർക്കും ബിസിനസ് കൂടെ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഭയങ്കര പരാതിയൊക്കെ ആയിരുന്നു. എന്തായാലും ആ ഒരു പരാതി ആ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നികത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ഹണിമൂൺ ട്രിപ്പും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പാർട്ടിയും ഒക്കെ അങ്ങ് അമേരിക്കയിൽ നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും അവരുടെ ചെലവിൽ. നമ്മൾ ഒരു കാര്യം അറിയണ്ട, നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരയച്ചു തരുമെന്നൊക്കെ കൂടി ആശാൻ അങ്ങ് തട്ടിവിടുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ നിഷയ്ക്ക് ശരിക്കും അങ്ങ് സന്തോഷമായിട്ടോ. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ളൊരു ലൈഫിലാണ് എത്തിപ്പെട്ടത് എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ അവൾ പറഞ്ഞു, എന്തൊക്കെ വന്നാലും എൻ്റെ മേഘ്ന ചേച്ചി ഇറങ്ങിപ്പോയതുപോലെ ആയില്ലല്ലോ. കല്യാണം വലിയ ആർഭാടായിട്ടൊന്നും നടത്തിയില്ലെങ്കിലും എനിക്ക് ചേരേണ്ട ആൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് ചേർന്നത് എന്നൊക്കെ പറഞ്ഞ് നിഷ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം മനു ആണെങ്കിലോ, ശരിയാടി, നിനക്ക് ചേരേണ്ടവൻ തന്നെയാണ് ഞാൻ. നിന്നെപ്പോലെയുള്ള ഒരു അഹങ്കാരിക്ക് ഞാൻ തന്നെ ആയിരിക്കും വരനായിട്ട് വരേണ്ടത്. കല്യാണിയും അതുപോലെ തന്നെ കിരണും ഒക്കെ നിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഇപ്പം തന്നെ പറഞ്ഞു. നീ സരയുണ്ട് അങ്ങേപ്പുറത്തെ സ്വഭാവമാണെങ്കിൽ അധികകാലം നിന്റെ ഒപ്പം ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ കൂടി ഇവനിങ്ങനെ ആലോചിക്കുമ്പം, അല്ല ഏട്ടൻ എന്താ ഈ ആലോചിക്കുന്നതെന്ന് നമ്മുടെ നിഷ ചോദിക്കുകയാണ്. അതേ മോളു അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് അധിക സ്വർണ്ണമൊന്നും ഉപയോഗിക്കേണ്ട. ഈ താലിമാല, അതും സിമ്പിളായിട്ടുള്ളത്, അത് മാത്രം ധരിച്ചാൽ മതി. നമ്മളിനി പോകാനിരിക്കുന്നത് അമേരിക്കയിലേക്കും അതുപോലെ തന്നെ കാനഡയിലേക്കും ഒക്കെയാണ്. അപ്പം മോൾ അതനുസരിച്ച് തന്നെ കുറച്ചൊന്ന് മോഡേൺ ആവണമെന്നൊക്കെ പറയുമ്പം ഞാൻ ഓൾറെഡി മോഡേൺ വേഷങ്ങളോടാണ് ഏട്ടാ എനിക്ക് താല്പര്യം. പിന്നെ ഇപ്പം നമ്മുടെ വിവാഹം കഴിഞ്ഞത് കൊണ്ട് മാത്രം ഇതുപോലെയുള്ള സാരിയും അങ്ങനെയുള്ള വസ്ത്രമൊക്കെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മോഡേൺ കൾച്ചറും വിദേശത്ത് താമസിക്കുന്നതും ഒക്കെ തന്നെയാണ് ഇഷ്ടമെന്നും പറഞ്ഞ് ഇവൾ വലിയ കാര്യത്തിന് ഇങ്ങനെ സംസാരിച്ചു. ശരിയാ, ഞാൻ നിന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട് നീ ഒരുപാടങ്ങ് സുഖിക്കുമെന്നും പറഞ്ഞ് മനു ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണിക്കുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നവികയെയും അവളുടെ അമ്മയുമാണ്. അപ്പോൾ അതാ കാർത്തിക പറഞ്ഞു, അമ്മേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ പ്രകാശൻ ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടല്ലോ. കിരണിനെയും കല്യാണിയെയും ഒക്കെ ഒന്ന് ചെറുതായിട്ട് മുഷിപ്പിക്കേണ്ടിയൊക്കെ വന്നു. എന്നാൽ കൂടിയും അയാൾ നമ്മളെ ഒപ്പം നിർത്താൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെ അല്ലേ എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ പറഞ്ഞു, മോളെ പ്രകാശൻ്റെ അടുത്ത് കളിക്കുമ്പം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. മോൾക്കറിയാമല്ലോ, അമ്മ ആ ഒരു നിറവയറിലിരിക്കുന്ന സമയത്ത് അമ്മയെ ഉപേക്ഷിച്ച് രാഖി രാമാനും വീട് വിട്ട് ഇറങ്ങിപ്പോയവനവൻ. അവൻ്റെ കയ്യിൽ നിന്നും ഏത് രീതിയിലുള്ളൊരു ചതിയും മോള് പ്രതീക്ഷിക്കണം. എല്ലാ കാര്യങ്ങളും കണ്ണും പൂട്ടി പ്രകാശനെയും മകനെയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ അമ്മയൊന്നും നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നറിയാം. എന്നാൽ കൂടിയും എൻ്റെ മോൾ അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ കാർത്തികയുടെ അമ്മ ഇങ്ങനെ പറയുക. അപ്പം അമ്മയോട് മോള് പറഞ്ഞു, അമ്മേ ഓരോ നിമിഷവും ഞാൻ അവന് വേണ്ടുന്നുള്ള കൊട്ട് കണക്കാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അങ്ങ് ചുമ്മാ വിട്ട പറ്റില്ലല്ലോ. എൻ്റെ അമ്മ അനുഭവിച്ച ആ ഒരു വേദന അത് അവനെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. അവൻ എൻ്റെ അച്ഛനാണെങ്കിൽ കൂടിയും അയാൾ അത് അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ കൂടി കാർത്തിക ഇങ്ങനെ പറയുകയാണ്. എന്തായാലും മോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ വരണം, അത് തന്നെയാണ് അമ്മയുടെ ആഗ്രഹമെന്നും പറഞ്ഞ് നമ്മുടെ ആ ഒരു അമ്മയാണെങ്കിൽ ഫുൾ സപ്പോർട്ടുമായിട്ട് കാർത്തികയുടെ ഒപ്പം തന്നെ ഉണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിൽ പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കിരണിനെയും ഒക്കെയാണ്. അപ്പോൾ കല്യാണി ഡൽഹി പോകാനൊക്കെ ആയിട്ടാണല്ലോ ആ ഒരു പർച്ചേസിങ്ങിനും കാര്യത്തിനും ഒക്കെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു തുണിക്കടയിലെത്തി
നമ്മുടെ കിരണുമായിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് പ്രകാശൻ എത്തുകയാണ്. പ്രകാശൻ നമ്മുടെ കല്യാണിയെ കണ്ടതും ആഹാ നിപ്പുണ്ടല്ലോ ഇവിടെ, എന്തായാലും വന്ന സ്ഥിതിക്ക് രണ്ടെണ്ണം പറയാതെ പോയാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ കല്യാണിയുടെയും കിരണിൻ്റെയും അടുത്ത് പോയി നിന്നിട്ട് അല്ലടി നിനക്ക് എന്തൊക്കെയോ വലിയ പുരസ്കാരങ്ങളും അതോ അങ്ങ് ഡൽഹിയിൽ നിന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞു, ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതെ അത് നിങ്ങളോട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞ് കിരൺ നമ്മുടെ കല്യാണിയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാൻ തുടങ്ങുകയാണ്. അന്നേരം പ്രകാശം പറയുന്നുണ്ട് അതെ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവാനാണ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതൊക്കെ കേട്ടിട്ടും പറഞ്ഞിട്ടും ഒക്കെ മോൾ ഇവിടുന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞു. എടോ തന്നോടല്ലേടോ മലയാളത്തിൽ പറഞ്ഞത്, തനിക്ക് എന്താ വേണ്ടതെന്ന് കിരൺ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം, എന്നാൽ താൻ പറയും തനിക്ക് എന്താ പറയാനുള്ളതെന്ന്. അങ്ങനെ ദേഷ്യത്തോടു കൂടി കിരണും കല്യാണിയും നിൽക്കുമ്പം എടീ നീ ഈ നാട് വിട്ടു പോയാലും അല്ലെങ്കിൽ പോട്ടെ ഈ രാജ്യം വിട്ടു പോയാലും നിനക്ക് ഒരു ഗതിയും പിടിക്കാൻ പോകുന്നൊന്നുമില്ല. പിന്നെ നിൻ്റെ ഈ പടം വരയും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ആ കൈ ഒന്ന് അനങ്ങാതെ വരുമ്പോൾ നിൽക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ കല്യാണിയുടെ മുഖത്ത് നോക്കി ശപിക്കുകയാണ് പ്രകാശൻ. അപ്പോൾ പ്രകാശനോടാണെങ്കിലോ കിരൺ പറഞ്ഞു എടോ തന്നെ പോലെ മക്കളെ നോക്കാത്ത ഒരു തന്ത എൻ്റെ കല്യാണിയെ ശപിച്ചാൽ അവളങ്ങ് ഭസ്മമായി പോകുമെന്നാണോ താൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? എന്തായാലും തന്നെ പോലെ ഒരു തന്തയുടെ മകളായിട്ട് ജനിച്ചു പോയി എന്നുള്ള ഒരു കുറവ് മാത്രമേ ഞാൻ എൻ്റെ കല്യാണിയിൽ കാണുന്നുള്ളൂ, അല്ലാതെ എൻ്റെ ഭാര്യ 100% പെർഫെക്റ്റ് ആണെന്ന് കിരൺ നമ്മുടെ കല്യാണിയെ ചേർത്ത് നിർത്തി പറയുമ്പോൾ പ്രകാശനാണെങ്കിലോ കൊണ്ടു നടന്നോ എടാ ഇതിനൊന്നും വലിയ ആയുസൊന്നുമില്ല, ഇതൊക്കെ ആരുടെയെങ്കിലും കൈകൊണ്ട് തീരാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ കല്യാണിയെ വീണ്ടും ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ കിരണാണെങ്കിലോ താൻ ഇവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും തനിക്ക് നല്ലത്, കല്യാണി നമുക്ക് ഈ കടയിൽ കയറണ്ട മറ്റേതെങ്കിലും ഒരു ഷോപ്പിൽ പോവാമെന്നും പറഞ്ഞ് കല്യാണിയെ കൂട്ടി പോവാൻ തുടങ്ങുന്ന കിരണിനെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.